അംബേദ്കറെ അപമാനിച്ചതിൽ ആഭ്യന്തരമന്ത്രിയുടെ രാജി ആവശ്യം ശക്തമാക്കി പ്രതിപക്ഷം. അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. പാർലമെന്റിലേക്ക് ഉടൻ മാർച്ച് നടക്കും. അതിന്റെ ദൃശ്യങ്ങൾ കാണാം ആദ്യം. ഇന്നലെയാണ് രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അംബേദ്കറെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചത്. അംബേദ്കർ 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 എന്ന് നിരന്തരം ഉരിയിടുന്ന പ്രതിപക്ഷം ദൈവനാമം ജപിച്ചിരുന്നെങ്കിൽ 7 ജന്മത്തിലേക്കുള്ള സ്വർഗപ്രാപ്തി ലഭിക്കുമായിരുന്നു എന്നായിരുന്നു അമിത്ഷാ ഉയർത്തിയ പരാമർശം. കോൺഗ്രസ് ഒരു അംബേദ്കർ വിരുദ്ധ ഭരണഘടനാ വിരുദ്ധ പാർട്ടിയാണ് എന്ന് പിന്നീട് അമിത്ഷാ പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. ഈ ആക്ഷേപത്തെ തുടർന്ന് ഡെറക് ഒബ്രിയൻ, തൃണമൂൽ കോൺഗ്രസ് നേതാവ്, പാർലമെന്റിൽ അവകാശ ലംഘന നോട്ടീസ് നൽകിയിരുന്നു. അവകാശ ലംഘന നോട്ടീസ് നൽകിയതിനു ശേഷം അമിത്ഷാ അതിനോട് പ്രതികരിച്ചത് താൻ അധിക്ഷേപകരമായി ഒന്നും പറഞ്ഞിട്ടില്ല, കോൺഗ്രസിനെതിരെയാണ് താൻ സംസാരിച്ചത് എന്നാണ് അമിത്ഷാ പിന്നീട് വിശദീകരിച്ചത്. തന്നെ അംബേദ്കർ വിരുദ്ധനാക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് എന്നായിരുന്നു. എന്നാൽ പ്രതിപക്ഷം ഒരു രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. കോൺഗ്രസ് എല്ലാ PCCകളോടും പ്രതിഷേധം നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പാർലമെന്റിന് സമീപം, പാർലമെന്റ് വളപ്പിൽ പ്രതിപക്ഷ MP മാർ അംബേദ്കർ ചിത്രങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മാർച്ച് നടത്തുകയാണ്. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും KC വേണുഗോപാലിനെയും അതിൽ കാണാം. मेंशन कर दिया सिद्धार्थ। नहीं सहेंगे, नहीं सहेंगे, नहीं सहेंगे। जय भीम, जय भीम, जय भीम, जय भीम, जय 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 भीम, जय 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 भीम, जय भीम, जय जय भीम, जय भीम, जय भीम, जय 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 भीम, जय 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 भीम। मांगो माफी मांगो, अमित शाह माफी मांगो, माफी मांगो, माफी मांगो, माफी मांगो, माफी मांगो, माफी मांगो, माफी मांगो। अमित शाह माफी। പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം അമിത്ഷാ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. മാപ്പ് പറഞ്ഞാൽ മാത്രം പോരാ, അമിത്ഷായെ പുറത്താക്കാൻ മോദി തയ്യാറാകണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP അല്പം മുമ്പ് മീഡിയ വണ്ണോട് പറഞ്ഞിരുന്നു. എന്തായാലും അതിശക്തമായ പ്രതിഷേധമാണ് അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ രാജ്യവ്യാപകമായി പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇപ്പോൾ പാർലമെന്റ് വളപ്പിൽ MP മാരുടെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. ദൃശ്യങ്ങളാണ് നാം കണ്ടത്. D ധനസുമോദ് വിവരങ്ങളുമായി ചേരുന്നു. സുമോദ്, എങ്ങനെ പുരോഗമിക്കുന്നു ഈ പ്രൊട്ടസ്റ്റ്? പാർലമെന്റിലെ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നാണ് ഇപ്പോൾ പ്രതിഷേധം ആരംഭിച്ചത്. ഇന്ത്യ മുന്നണിയിലെ MP മാരാണ് പ്രതിഷേധിക്കുന്നത്. അംബേദ്കറെ അപമാനിച്ച അമിത്ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതാണ് പ്രധാന ആവശ്യം. കാര്യം ഇതിനകം തന്നെ കോൺഗ്രസും ഇന്ത്യ മുന്നണി അംഗങ്ങളും നൽകിയിരിക്കുന്ന ഒരു അന്ത്യശാസനത്തിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനകം തന്നെ 10 മണിക്ക് മുമ്പ് തന്നെ അമിത്ഷാ മാപ്പ് പറയണം, അതോടൊപ്പം തന്നെ രാജിവെക്കണം എന്നുള്ളൊരു കാര്യമാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഇനി രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ നരേന്ദ്രമോദി ഇടപെട്ട് അമിത്ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ളതായിരുന്നു പ്രധാന ആവശ്യം. ഈ ആവശ്യം അംഗീകരിക്കാതെ അമിത്ഷായുടെ ഈ വാക്കുകളെ ന്യായീകരിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നരേന്ദ്രമോദി. സുമോദ്, ഈ അമിത്ഷായുടെ വീഡിയോ ഷെയർ ചെയ്ത കോൺഗ്രസ് നേതാക്കൾക്ക് X നോട്ടീസ് അയച്ചു എന്ന് കേൾക്കുന്നു. എന്താണ് സംഭവം? ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടുന്ന ഒരു സൈബർ കോർഡിനേഷൻ ടീമുണ്ട്. അവരാണ് ഇപ്പോൾ X-ന് ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. കാര്യം ഈ തരത്തിലുള്ള വീഡിയോ, വീഡിയോ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വ്യാപകമായി ഷെയർ ചെയ്യുകയാണ് എന്നുള്ള ഒരു പരാതിയായിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. അതിന്റെ ഒരു വിശദീകരണം എന്ന് നൽകിയിട്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ശരി സുമോദ്, തുടരുക. ഇപ്പോൾ ഷമ മുഹമ്മദ് AICC വക്താവ് ടെലിഫോൺ ലൈനിലുണ്ട്. ഷമ, ഈ അമിത്ഷാ അധിക്ഷേപ പ്രസംഗം നടത്തിയ അംബേദ്കർക്കെതിരെ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതേ വീഡിയോ ഷെയർ ചെയ്ത കോൺഗ്രസിന് X നോട്ടീസ് അയച്ചെന്ന് കേൾക്കുന്നു. ഇതെന്താണ് സംഭവം? ശരി, ഷമ മുഹമ്മദിലേക്ക് വരാം. ഷമ മുഹമ്മദിന്റെ ടെലിഫോൺ കട്ടായിട്ടുണ്ട്. സുമോദ്, ഇതെങ്ങനെയാണ് സാധ്യമാവുക? ആ വീഡിയോ അധിക്ഷേപകരമാണ് എന്ന് സർക്കാർ അംഗീകരിച്ചാൽ മാത്രമല്ലേ അത് ഷെയർ ചെയ്യുന്നത് പ്രശ്നമാവുകയുള്ളൂ? വളച്ചൊടിച്ച തരത്തിലുള്ള വീഡിയോകളും ഇതിനൊപ്പം തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ മാത്രമല്ല ഷെയർ ചെയ്തിരിക്കുന്നത്, മാത്രമല്ല ഒരു മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാക്കുകൾ അടക്കം ആണ് ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തടയണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ വിശദീകരണം കൊടുത്ത് തന്നെ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ X നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇത് മറ്റൊരു രസമുള്ള ഒരു കാര്യം, അംബേദ്കറെ കോൺഗ്രസ് അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ട് BJP MP തന്നെ പ്രതിഷേധം നടത്തുന്നു എന്നുള്ളതാണ്. പാർലമെന്റിന്റെ ഒരു ഭാഗത്താണ് BJP MP പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. അവർ ചൂണ്ടിക്കാട്ടുന്നത് അംബേദ്കറെ കാലങ്ങളായി കോൺഗ്രസ് അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് കോൺഗ്രസ് 2 തവണയാണ് ലോക്സഭയിലേക്ക് അംബേദ്കറെ തോൽപ്പിച്ചിരിക്കുന്നത്.
മാത്രമല്ല ഭാരതരത്നം നൽകാതെ വൈകിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഇക്കാര്യങ്ങളെല്ലാം കോൺഗ്രസ് മാപ്പ് പറയണം. കോൺഗ്രസ് ഏറ്റവും വലിയ അംബേദ്കർ വിരോധികളാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ഒരു മാർച്ചും ഒരു പ്രതിഷേധവും പാർലമെന്റിന്റെ ഒരു ഭാഗത്ത് BJP അംഗങ്ങൾ തന്നെ ചേരുകയാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കെ രാധാകൃഷ്ണൻ എംപി പറഞ്ഞത് അങ്ങനെ ഒരു പറയുകയാണെങ്കിൽ അതിനുള്ള ഒരു സമയം വേറെയാണ്. പക്ഷെ ഇതൊരു വഴി തിരിച്ചുവിടാൻ വേണ്ടിയുള്ള, അതായത് കോൺഗ്രസ് എംപിമാരും ഇന്ത്യ മുന്നണി എംപിമാരും നടത്തുന്ന വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്തുകയാണ്. രാജ്യവ്യാപകമായ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം ഒന്ന് വഴിതിരിച്ചു വിടാൻ വേണ്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് അംബേദ്കറെ അപമാനിച്ചു എന്ന തരത്തിലുള്ള ഒരു പ്രചരണം BJP സംഘടിപ്പിക്കുന്നത് എന്നാണ് ഇപ്പോൾ രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പാർലമെന്റിന്റെ രണ്ട് ഭാഗങ്ങളിലായി രണ്ട് തരം പ്രതിഷേധങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് കോൺഗ്രസ് കാലാകാലങ്ങളായി അംബേദ്കറെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള BJPയുടെ ഒരു പ്രതിഷേധവും മറ്റേത് ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രതിഷേധവുമാണ്. ഈ പ്രതിഷേധത്തിൽ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നത് അംബേദ്കറെ അപമാനിച്ച അമിത്ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം. സുമോദ് തുടരുക. ഇപ്പോൾ ഭരണ പ്രതിപക്ഷ എംപിമാർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം, സംഘർഷാവസ്ഥ ഉണ്ട് പാർലമെന്റ് വളപ്പിൽ എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. പാർലമെന്റ് മുന്നിൽ ഇപ്പോൾ ഉള്ളത് സംഘർഷാവസ്ഥയാണ്. അതായത് അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തിയ പ്രതിപക്ഷ എംപിമാരെ നേരിടാൻ ഭരണപക്ഷ എംപിമാർ രംഗത്തെത്തിയിരിക്കുന്നു. അവർ പരസ്പരം കൊമ്പുകോർക്കുന്ന ഒരു സാഹചര്യം നിലവിൽ പാർലമെന്റിനകത്തുണ്ട്. പാർലമെന്റിന് മുന്നിൽ അഭൂതപൂർവമായ സാഹചര്യം എന്ന് പറയാം. ഇന്നേ വരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല പാർലമെന്റ് വളപ്പിൽ എംപിമാർ പരസ്പരം ഏറ്റുമുട്ടുന്ന, സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അംബേദ്കറെ അധിക്ഷേപിച്ചു എന്നാരോപിച്ച് അമിത്ഷാ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ എംപിമാർ നടത്തിയ മാർച്ച് ഭരണപക്ഷ എംപിമാർ തടഞ്ഞതാണ് ഈ സംഘർഷത്തിന് കാരണം. അതിന്റെ ഒരു സംഘർഷാവസ്ഥ നിലവിൽ പാർലമെന്റ് വളപ്പിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. വരാൻ ദൃശ്യങ്ങൾ അല്പസമയം തന്നെ നമുക്ക് നൽകാൻ കഴിയുമെന്ന് കരുതുന്നു. ഇപ്പോൾ ഭരണ പ്രതിപക്ഷ എംപിമാർ നേർക്ക് നേർ വന്നുകൊണ്ടൊരു സംഘർഷാവസ്ഥ പാർലമെന്റ് വളപ്പിൽ ഉണ്ടായിരിക്കുകയാണ്. അമിത്ഷാ മാപ്പ് പറയണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ബാബാ സാഹേബ് അംബേദ്കറുടെ ചിത്രങ്ങളേന്തി മുദ്രാവാക്യം, ജയ് ഭീം മുദ്രാവാക്യവുമായാണ് പ്രതിപക്ഷ എംപിമാർ ഇന്ന് പാർലമെന്റ് പരിസരത്ത് മാർച്ച് നടത്തിയത്. അത് തടയാൻ ഭരണപക്ഷ എംപിമാർ എത്തിയതാണ് സംഘർഷാവസ്ഥയ്ക്ക് കാരണം. അത് കയ്യാങ്കളിയിലേക്ക് എത്തിയെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിശദാംശങ്ങൾ ഡി ധനസമൂഹം നൽകും. സുമത്, എന്താണ് ഉണ്ടാവുന്നത് അവിടെ? ഇപ്പോൾ ഈ പാർലമെന്റിന്റെ ഒരു ഭാഗത്ത് BJP എംപിമാർ ആദ്യം തന്നെ രാവിലെ തന്നെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരുന്നു. അതിനുശേഷം കാര്യം നേരത്തെയായിരുന്നെങ്കിൽ പാർലമെന്റ് മന്ദിരത്തിന്റെ തൊട്ട് മുന്നിൽ തന്നെയായിരുന്നു അംബേദ്കറുടെ പ്രതിമയുണ്ടായിരുന്നത്. പക്ഷേ ഈ അംബേദ്കറുടെ പ്രതിമയും മഹാത്മാഗാന്ധിയുടെ പ്രതിമയും ഉൾപ്പെടെയുള്ള എല്ലാം പാർലമെന്റിന്റെ പുറകുഭാഗത്തേക്ക്, പഴയ പാർലമെന്റിന്റെ ഭാഗത്താണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് പ്രതിഷേധവുമായി കോൺഗ്രസ് എംപിമാർ, ഇന്ത്യ മുന്നണി എംപിമാർ എത്തിയത്. ആ പോകുന്ന വഴി തന്നെയായിരുന്നു മകരദ്വാരത്തിന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇപ്പോൾ എംപിമാർ തമ്മിൽ മുഖാമുഖം കാണുകയും വലിയ തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നത്.